അല്ല, ഞാൻ ആ കുടുംബത്തോടൊപ്പം നിന്നുകൊണ്ട് തന്നെയാണ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കനകലു സിദ്ധാന്തം, അതാണല്ലോ CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാഷും പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു 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 ആർത്തിയാണ് ഈ സമരത്തിൻ്റെ പുറകിൽ. ഒരു നിസ്സംശയം പറയാം. ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു, അസംബ്ലി ഇലക്ഷൻ വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പം ഞാൻ തന്നെ പറഞ്ഞല്ലോ, അവിടെ ആ കെട്ടിടം ഇടിഞ്ഞു വീഴാറായ കെട്ടിടം, ആ കെട്ടിടത്തിന് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഒരു നയാ പൈസ മുടക്കി പകരം സംവിധാനം ഉണ്ടാക്കിയില്ല. 2016 അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ് അതിൻ്റെ ഒരു പകരം സംവിധാനം നിർമ്മിച്ചത്. അതിന് സാങ്കേതികമായി അത് തുറന്നു കൊടുക്കാനുള്ള കാലതാമസം മാത്രമാണ് അവിടെ വന്നിട്ടുള്ളത്. ഇപ്പം ഞങ്ങൾ ഇന്നലെ പത്തനംതിട്ടയിലെ കണക്ക് പരിശോധിച്ചു. 970 കോടി രൂപയാണ് ഈ LDF ഗവൺമെൻറ് 2016 ശേഷം 9 വർഷം കൊണ്ട് 970 കോടി രൂപ പത്തനംതിട്ട ജില്ലയിൽ തന്നെ ആരോഗ്യരംഗത്തെ അടിസ്ഥാന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ വികസനത്തിന് വേണ്ടി ചെലവഴിച്ചു. ഞങ്ങൾ കണക്ക് നോക്കി 2011, 2016 എന്താ സംഭവിച്ചത്? അടിസ്ഥാന സൗകര്യ വികസനമേ നടന്നിട്ടില്ല. ആകെ അവിടെ വന്നത് കോന്നി മെഡിക്കൽ കോളേജിൽ 4 തൂണ് നാട്ടി. ആ തൂണ് നാട്ടിയതിന് 14 കോടി രൂപയാണ് എക്സ്പെൻഡിച്ചറായത്. അതിൻ്റെ ബില്ല് കൊടുത്തില്ല. അപ്പോൾ വട്ടപൂജ്യമായ 5 വർഷത്തിന് ശേഷമാണ് ഒരു ജില്ലയിൽ മാത്രം 970 കോടി. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുചിത്രം എത്ര? 10-20,000 കോടി രൂപയെങ്കിലും കിഫ്ബിയിലൂടെയും ബജറ്റിൽ പ്ലാൻ ഫണ്ടിലൂടെയും കേരളത്തിൽ ചെലവഴിച്ചിരിക്കുന്നു. ഇത് കേരളത്തിലെ ആരോഗ്യരംഗത്ത് വന്ന ഒരു കൊടുങ്കാറ്റിൻ്റെ പുരോഗതിയാണ്. മുമ്പ് ശൈലജ ടീച്ചർ, ഇപ്പോൾ വീണ ജോർജ്, ആ മന്ത്രിമാർ എത്ര ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ ഇവിടെ കേരളം ആരോഗ്യത്തിൻ്റെ ഒരു മോഡൽ തന്നെയാണ്.